വിശ്വാസത്തിന്റെ അടിത്തറയുടെ ശക്തിയിൽ നിന്റെ കെട്ടിടത്തെ നീ നിർമ്മിക്കാൻ ശ്രമിക്കണം. അതിന്റെ മേൽഭാഗത്ത് നിന്ന് വല്ലതും ചെതറിപ്പോയാൽ, അതിന്റെ മേൽപ്പുരക്ക് വല്ല തകരാറും സംഭവിച്ചാൽ അത് നിനക്ക് വേഗത്തിൽ വീണ്ടെടുക്കാൻ സാധിക്കും. എന്തിനേക്കാൾ മിൻ ഖറാബിൽ അസാസ്, തറ പൊളിയുന്നതിനേക്കാൾ. തറ പൊളിഞ്ഞാൽ നന്നാക്കാൻ ഏറെ പണിയാണ്, ചിലപ്പോൾ ബിൽഡിംഗ് നശിച്ചു. അതുകൊണ്ട് തറയാണ് മെച്ചപ്പെടുത്തേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് അമലുകൾ നന്നായിരിക്കും. വഹാദൽ അസാസു അമ്രാൻ, ഈ അടിത്തറ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടുന്ന അടിത്തറ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവിന്റെ സിഹത്ത്, സാധുത. എന്തെങ്കിലും തെറ്റായി മനസ്സിലാക്കിയാൽ മതിയോ? പോരാ. ശരിയായ രീതിയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചും അവന്റെ ഇസ്മുകളെ സംബന്ധിച്ചും സിഫത്തുകളെ സംബന്ധിച്ചും മനസ്സിലാക്കുക. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ കാര്യങ്ങളെക്കുറിച്ചും അവന്റെ ഇസ്മുകളും സിഫത്തുകളും ഒക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക എന്നതാണ് ഈ തറക്കുണ്ടാകേണ്ട, തറ ബലപ്പെടുത്താനുള്ള ഒരു വഴി. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ള അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നതും ആ അള്ളാഹുവിന്റെ റസൂലിനെ കീഴ്പ്പെടുക എന്ന് പറയുന്നതും മറ്റെല്ലാത്തിൽ നിന്നും തനിച്ചാക്കണം. എന്നാൽ അത് കലർപ്പില്ലാത്ത, കൃത്യമായ, അതുപോലെ തന്നെ കളങ്കമറ്റ രീതിയിലായിരിക്കണം ആ അള്ളാഹുവിനും റസൂലിനും കീഴ്പ്പെടേണ്ടത്. അങ്ങനെ കീഴ്പ്പെടണമെങ്കിൽ എന്ത് വേണം? ഈ കാര്യങ്ങൾ പഠിക്കണം. ഇങ്ങനെ നിർമ്മിക്കുന്ന ദീനാണ് ഒരു മനുഷ്യൻ സ്ഥാപിക്കുന്ന ഏറ്റവും ഉറപ്പുള്ള കെട്ടിടം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് അതിന്റെ മേൽ അവൻ നിർമ്മിക്കുന്ന കാര്യങ്ങളും ഉന്നതമായി തീരും. ഈ ഉറച്ച തറയിൽ നിർമ്മിക്കുന്ന അവന്റെ അഴമാലുകൾ അത് ഉയരുക, തറ എത്ര കണ്ട് ശക്തമാണോ അതിനനുസരിച്ചാണ്.